മേടമാസ ചൂടും കുളിരണിയുന്നു തൃക്കണിയായി ചാരി. ഓം നമോ ഭഗവതേ വാസുദേവായ നമ. ഓം നമോ നാരായണായ നമ. ഹായ് കൂട്ടുകാരെ, ഈ വരുന്ന മേടമാസം 15-ാം തീയതി 2026 വിഷു മഹോത്സവം നമ്മൾ ആഘോഷിക്കുകയാണ്. കേരളക്കര അല്ലേ? കേരളത്തിൻ്റെ വിത്തുനടിയിൽ ഉത്സവം എന്നാണ് ഇതിനെ പറയുന്നത്. കാർഷികോത്സവം. വിഷു തന്നെ നമുക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണല്ലേ. നമ്മൾ കൊച്ചുങ്ങളായിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് വിഷു എന്ന ഉത്സവം അല്ലേ. വിഷുക്കണി കാണുക, വിഷുക്കൈ നീട്ടം മേടിക്കുക, പടക്കം പൊട്ടിക്കുക, ഭയങ്കര രസമല്ലേ വിഷു. എന്ത് രസമാണ്. സ്കൂൾ അടച്ചു കഴിയുമ്പോൾ വിഷു എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരുക്കങ്ങൾ, അത് മേടിക്കൽ ഇത് മേടിക്കൽ അല്ലേ. അപ്പോൾ വിഷുക്കണി ഒരുക്കുന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു എന്താ പറയുക പ്രത്യേകത. അപ്പോൾ ഈ വിഷുക്കണി ഒരുക്കുന്നതോടനുബന്ധിച്ച് എന്തൊക്കെ സാധനങ്ങളാണ് ഒരുക്കേണ്ടത് എന്ന് ഉള്ള കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ട ഒരു മഞ്ഞപ്പട്ട്. നമ്മുടെ ടേബിളൊക്കെ നന്നായിട്ട് നമ്മൾ വിരിച്ച് നല്ല വൃത്തിയാക്കി കൃഷ്ണൻ്റെ പ്രതിമ. അപ്പം കമലനേത്രനാണ് കൃഷ്ണൻ. കൃഷ്ണനെയാണ് നമ്മൾ ഇതിനകത്ത് കണി കാണാനായിട്ട് വയ്ക്കുന്നത്. അതായത് ഈ ലോകത്തിൻ്റെ സ്ഥിതി, സൃഷ്ടിസ്ഥിതി സംഹാരത്തിൽ സ്ഥിതി നിയന്ത്രിക്കുന്നത് ഭഗവാൻ കൃഷ്ണനാണ്. അപ്പോൾ ആ ഒരു പ്രതീകത്തിലാണ് നമ്മൾ ഭഗവാൻ കൃഷ്ണനെ പ്രതിമ ഇവിടെ ഇങ്ങനെ വയ്ക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഒരു മഞ്ഞപ്പട്ട് വിരിച്ച് അതുമ്മ കൃഷ്ണൻ്റെ പ്രതിമ വെച്ചിട്ട് അതിൻ്റെ മുൻപിലൊരു ഓട്ടുരുളിക്കകത്ത് ഉണക്കലരി, നെല്ല് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മൾ വിരിച്ചിടുവാണ് അതിനകത്ത്. അപ്പോൾ അതിന് അക്ഷതം എന്നാണ് പറയുന്നത്. അത് വിരിച്ചിട്ടതിന് ശേഷം നമുക്ക് പിന്നെ കണിവെള്ളരിയാണ് കണി വയ്ക്കാൻ ഉപയോഗിക്കുന്ന ആദ്യത്തേത്. പിന്നെ നമ്മുടെ പറമ്പിലുണ്ടാകുന്ന ചക്ക, പാനസം എന്ന് പറയും. ഭഗവാൻ മഹാഗണപതിക്ക് വളരെ പ്രിയപ്പെട്ട ഫലമാണ് ചക്ക. പിന്നെ കദളിപ്പഴം, പിന്നെ ഉടച്ച തേങ്ങ, നാണയങ്ങൾ, വാൽക്കണ്ണാടി, സരസ്വതി ദേവിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അലക്കിയ വസ്ത്രം, വെറ്റില, അടയ്ക്ക, സ്വർണം, നാണയങ്ങൾ, ഈ കുങ്കുമം, കൺമഷി, പിന്നെ എന്തൊക്കെയോ ഫലങ്ങളുണ്ടോ അതെല്ലാം വയ്ക്കാം. പിന്നെ കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നതാണ് നമ്മളുടെ വിഷുവിൻ്റെ ഒരു പ്രത്യേകത അല്ലേ. നാട് മുഴുവൻ കണിക്കൊന്ന പൂത്ത് ഇങ്ങനെ ഭഗവാന്റെ അരയിലൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കണ പോലെ ഇങ്ങനെ കുലുകുലാന്നിങ്ങനെ തൂങ്ങിക്കിടക്കും. അപ്പം അതാണ് ഇതിനകത്ത് ഏറ്റവും വിശേഷപ്പെട്ടൊരു കാര്യം. കണിക്കൊന്ന എടുത്ത് വയ്ക്കുക. അത് കഴിഞ്ഞ് ഭഗവാൻ അലങ്കരിക്കാനുള്ള പൂക്കളൊക്കെ നമുക്കിങ്ങനെ അലങ്കരിച്ച് ഇങ്ങനെ വയ്ക്കുക. പിന്നെ കിണ്ടിയിൽ വെള്ളം എടുത്ത് വയ്ക്കണം. കിണ്ടിയിൽ പിന്നെ സരസ്വതി ദേവീനെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ബുക്ക് വെച്ചേക്കുന്നത്. ഗ്രന്ഥം നമ്മുടെ വീട്ടിൽ രാമായണമോ മഹാഭാരതമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വയ്ക്കാം ഗ്രന്ഥം. ഞാൻ വെച്ചേക്കണ വിഷ്ണു മഹാപുരാണമാണ്. പിന്നെ ഈ ഭഗവാന്റെ ഉമ്മറത്ത് വയ്ക്കണ നമ്മൾ ഉരുളി ഈ പ്രപഞ്ചത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പം ആ പ്രപഞ്ചത്തിനുള്ളിൽ നമ്മൾ ശേഖരിച്ച് വയ്ക്കുന്ന എല്ലാ സാധനങ്ങളും, വിത്തുകൾ, ധാന്യങ്ങൾ, ഫലങ്ങൾ, പൂക്കൾ, പിന്നെ നാണയങ്ങൾ, അങ്ങനെ എല്ലാം നമ്മളുടെ ഈ ലോകത്തിൻ്റെ സ്ഥിതിയാണ് കാണിക്കുന്നത്. സ്ഥിതി അതായത് മേടമാസം 1-ാം തീയതി നമ്മൾ കണി കാണുന്ന എന്താണോ അതായിരിക്കും നമുക്ക് ആ വർഷം മുഴുവൻ അനുഭവവേദ്യമാകുന്നത്. അപ്പം നമ്മൾ അത് കൂടുതൽ ശോഭനമാക്കാൻ നമ്മൾ എല്ലാ രീതിയിലുള്ള അലങ്കാരങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ അടുപ്പിച്ച് വയ്ക്കും. അപ്പം നമ്മൾ വിളക്ക് വേണം. അലങ്കരിച്ച് വെച്ച് വിന്യസിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ ഇടത് സൈഡിലായിട്ട് നിലവിളക്ക് 5 തിരിയിട്ട് നമ്മൾ കൊളുത്തണം. 5 തിരി ഭദ്രദീപമാണ്. ആകാശം, ഭൂമി, വായു, ജലം, അഗ്നി ഇതിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ് 5 തിരിയിട്ട ഭദ്രദീപം. നമുക്ക് ചന്ദനത്തിരി വേണം. പിന്നെ എല്ലാം ഇങ്ങനെ അലങ്കരിച്ച് പൂക്കളൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് നമ്മൾ തലേന്ന് രാത്രി തന്നെ ഇതെല്ലാം അലങ്കരിച്ച് വെക്കണം. അപ്പോൾ മലയാള മാസം സ്റ്റാർട്ട് ചെയ്യുന്നത് മേടമാസത്തിലാണ് അല്ലേ. മേടം, മെടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. അപ്പം മേടമാസം 1-ാം തീയതി നമ്മൾ എന്ത് കാണുന്നു അത് ആ വർഷം മുഴുവൻ നമ്മൾക്ക് സമ്പൽ സമൃദ്ധി കൊണ്ടുവരുന്നതാണ്. ഐശ്വര്യം, സമ്പൽ സമൃദ്ധി, കാര്യവിജയം എല്ലാം ഈ ഗ്രന്ഥം വയ്ക്കുന്നത് കൊണ്ട് മക്കളുടെ വിദ്യാഭ്യാസം, ഉയർച്ച, അവരുടെ പുരോഗതി അതൊക്കെയാണ് നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. അങ്ങനെ ഇതെല്ലാം ഇതാക്കി വെച്ചതിന് ശേഷം
നമ്മളപ്പോൾ തലേന്ന് രാത്രി വൈകിട്ട് തന്നെ വിളക്ക് കത്തിച്ച് വെക്കരുത്, രാത്രി തിരിയിട്ട് വെച്ചിട്ട് പോയി കിടന്നുറങ്ങുക എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ വീട്ടിലെ തലമൂത്ത കാരണത്തി ആരാണോ അവരാണ് രാവിലെ എഴുന്നേറ്റ് വന്നത്. ആ ഉത്തരവാദിത്വം ഒരാൾക്ക് ഉണ്ടാവുമല്ലോ നമ്മുടെ കുടുംബത്തിന്. ആ അമ്മയോ അമ്മൂമ്മയോ ആരാണെന്ന് അവർ എഴുന്നേറ്റ് വന്ന് വിളക്ക് കത്തിച്ച് ചന്ദനത്തിരി കത്തിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാന്റെ രൂപം എന്തൊരു ഐശ്വര്യമാണല്ലേ. നല്ല കണ്ണുകൾ, വിടർന്ന കണ്ണുകൾ, നല്ല തുടുത്ത കവിളുകൾ, ചുണ്ടുകൾ, ഇതൊക്കെ കാണുമ്പോൾ തന്നെ എന്തൊരു രസമാണല്ലേ ഈ ഭഗവാനെ കാണുമ്പോൾ തന്നെ. പിന്നെ ഈ കണിക്കൊന്ന ഇതൊക്കെ ഇങ്ങനെ കണ്ട് മനസ്സിങ്ങനെ നിറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ നമ്മൾ നാണയങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നാണയങ്ങൾ ആദ്യം കയ്യിലെടുക്കുക. കയ്യിലെടുത്തതിന് ശേഷം നമ്മുടെ ഇടത് കൈയിലേക്ക് വയ്ക്കുക. ഇടത് കൈ പൊക്കി വലത് കൈയിലേക്ക് വയ്ക്കുക. വലത് കൈ പൊക്കി ഇടത് കൈയിലേക്ക് വയ്ക്കുക. ഇടത് കൈ പൊക്കി വീണ്ടും വലത് കൈയിലേക്ക് വയ്ക്കുക. ആ നാണയങ്ങൾ നമ്മളാദ്യം കണി ആരാണോ വിളക്ക് കത്തിച്ച് തുടങ്ങുന്നത് അവരാദ്യം ഈ വിഷുക്കൈ നീട്ടം എന്ന് പറയുന്ന ഈ സമ്പ്രദായത്തെ ആവിഷ്കരിക്കുന്നതാണത്. അങ്ങനെ കണി അനുഭവവേദ്യമാക്കിയതിന് ശേഷം അമ്മമാരകത്ത് പോയി ഈ മക്കളെയും കൊച്ചുമക്കളെയും എല്ലാവരെയും വീട്ടിലുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും കണ്ണുപൊത്തി കൊണ്ടുവന്ന് കണി കാണിച്ച് അവരെ സന്തോഷപ്രദമാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ വർഷത്തെ കണി വീട്ടിലെല്ലാവരും അങ്ങനെ കാണുവാണ്. കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു സമ്പ്രദായമുണ്ട്. ഞാനും എൻ്റെ മുത്തച്ഛനും കൂടി തൊടിയിലേക്ക് പോയിട്ട് നമ്മുടെ കേരങ്ങളില്ലേ തെങ്ങ്, അതായത് കേരളം എന്ന് പറഞ്ഞാൽ കേരങ്ങളുടെ നാടാണ് കേരം. അപ്പോൾ ഈ കൊതുമ്പും ചൂട്ടുമൊക്കെ കത്തിച്ച് തെങ്ങുകൾക്കൊക്കെ കണി കാണിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഞാനും എൻ്റെ മുത്തച്ഛനും കൂടി ഇങ്ങനെ കണി കാണിച്ചിട്ട് തിരിച്ചു വരും. അപ്പം മനുഷ്യൻ്റെ കണിയാണിത്. വൃക്ഷങ്ങളുടെയും സസ്യങ്ങളുടെയൊക്കെ കണികളാണ് നമ്മൾ ഈ അഗ്നി കൊണ്ട് കണി കാണിക്കുന്നത്. കണി കാണിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ അവർക്കും ഒരു ഉഷാറും ഉന്മേഷം വരുമെന്നാണ് നമ്മളുടെ ഒരു വിശ്വാസം. നമ്മുടെ വിശ്വാസമാണ് നമ്മളെ പുരോഗതിയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഐശ്വര്യപൂർണവും സമ്പൽ സമൃദ്ധവുമായ ഒരു ജീവിതത്തിന് വേണ്ടിയാണ് നമ്മളിത് ഒരുക്കുന്നത്. അപ്പോൾ നമ്മളുടെ പോസിറ്റീവായിട്ടുള്ള ആ മൈൻഡ്, പുരോഗമനാത്മകമായ ആ ഒരു മൈൻഡാണ് നമ്മളെ പുരോഗതിയിലേക്ക് നയിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്ന് പിന്നെ ഉച്ചയ്ക്ക് വിഷു സദ്യ, പിന്നെ പടക്കം പൊട്ടിക്കൽ, ഇത് കരിമരുന്ന് ചെറിയ രീതിയിലുള്ള അതൊക്കെ പൊട്ടിക്കൽ, അതായത് അണുക്കളെയൊക്കെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ പടക്കം പൊട്ടിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിനോദവും വിവേകവും കൂടി ഒത്തിറങ്ങിയ ഒരു പരിപാടിയാണത്. അപ്പോൾ അതൊക്കെ ചെയ്തു കഴിഞ്ഞ് അങ്ങനെ വിഷു ആഘോഷിക്കുകയാണ്. അങ്ങനെയാണല്ലോ നമ്മളെല്ലാവരും. അപ്പോൾ അന്ന് വീട്ടിൽ വെള്ളരിക്ക കൂട്ടാൻ, ചക്കക്കൂട്ടാൻ, മാമ്പഴ പുളിശ്ശേരി ഇതൊക്കെ ആയിരിക്കും. തൊടിയിലുള്ള സാധനങ്ങൾ കൊണ്ടായിരിക്കും അന്ന് ഭക്ഷണം മുഴുവൻ ഉണ്ടാക്കുന്നത്. ചക്കാവിയൽ, ചക്കത്തോരൻ, ചക്ക ഉപ്പേരി, ചക്ക എലിശ്ശേരി ഇതൊക്കെ ആയിരിക്കും അല്ലേ. വിളക്ക് കണ്ട് ഇങ്ങനെ തൊഴുത് അപ്പം അങ്ങനെ വിഷുക്കണിയൊക്കെ തീർന്നു കഴിഞ്ഞ് നമ്മൾ നമ്മുടേതായ കാര്യങ്ങളിലേക്ക് പോവുകയാണ്. പിന്നെ നിങ്ങളുടെ വിഷുക്കണി എങ്ങനെയാണ്? നിങ്ങൾ എന്തൊക്കെയാണ് ഇതിനകത്ത് ഒരുക്കുന്നത്? വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ, വയ്ക്കാത്തതുണ്ടോ? ഇത് പിന്നെ അഷ്ടമംഗല്യത്തട്ടൊക്കെ വേണ്ടവർക്കൊക്കെ വയ്ക്കാട്ടോ. ഒരുപാട് സാധനങ്ങളൊക്കെ മേടിച്ചു വയ്ക്കാം. നമ്മുടെ ധനസ്ഥിതി അനുസരിച്ച് വീണ്ടും നമുക്ക് മേടിച്ചു വയ്ക്കാം. മേടിച്ചു വയ്ക്കും തോറും നമ്മൾ വീണ്ടും പുരോഗതിയിലേക്ക് പോകും. വീണ്ടും നമ്മൾ വീണ്ടും ഉയർന്നു പോകും. അങ്ങനെ നമുക്ക് ഉയർച്ചയിലേക്ക് പോകാം. പിന്നെ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഷെയർ ചെയ്യാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയാണ് വിഷു ആഘോഷിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, ചോറ്റാനിക്കരമ്മ ശരണം.